പ്രതിരോധ രംഗത്ത് വീണ്ടും ശക്തി തെളിയിച്ചുകൊണ്ട് ഇറാൻ യാക്ക് 130 പ്രതിരോധ വിമാനം പ്രദർശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ തലസ്ഥാന നഗരിയോട് ചേർന്നുകൊണ്ട് ആകാശ രംഗത്തുണ്ടാകുന്ന ഡ്രോണുകളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വളരെ വേഗത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് യാക്ക് 130യുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് തങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഇറാന്റെ പ്രദർശനത്തോടനുബന്ധിച്ച് അതിന്റെ സൈനിക മേധാവികൾ പറഞ്ഞത്. അത്യാധുനിക ഫൈറ്റർ ജെറ്റ് വിമാനത്തെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ളതാണ് യാക്ക് 130. റഷ്യൻ നിർമ്മിതമാണ്. അത് രഹസ്യമായിട്ടാണ് ഇറാനുമായി കരാറുണ്ടാക്കി കൈമാറ്റം നടത്തിയത് എന്നും പറയുന്നു. നിലവിലെ സാഹചര്യങ്ങൾ ഇറാന് പ്രതികൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഏതൊരു സൈനിക ബലത്തെയും ശക്തിയെയും പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയുടെ അവകാശത്തിന്റെ ഭാഗമാണ്. തങ്ങളുമായി സഹകരിക്കുന്ന ഏത് രാജ്യവുമായി തങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ റഷ്യ സന്ദർശനത്തോടനുബന്ധിച്ച് പറഞ്ഞ കാര്യമാണ്. റഷ്യയും ഇറാനും പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര ഉപരോധത്തെ പ്രതിരോധിച്ചവരാണ്. പല ഘട്ടങ്ങളിൽ അവർക്കെതിരെ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഉപരോധം, സാമ്പത്തിക ഉപരോധം, സൈനിക ഉപരോധം, കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഉപരോധം, അങ്ങനെ പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ അതിജീവിക്കാൻ വളരെ എളുപ്പത്തിൽ യഥാർത്ഥത്തിൽ റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ട് പിറകിൽ തന്നെ ഇറാനും സാധിച്ചിട്ടുണ്ട്. കാരണം നിരന്തരം അമേരിക്കയെ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധം അനുഭവിച്ച രാജ്യമാണ്. അത് വർഷമല്ല, പതിറ്റാണ്ടുകളോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് പ്രതിരോധ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ മികവുറ്റ സംവിധാനമായി റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റാൻ വേണ്ടി അവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചത്. ഇപ്പൊ പറയുന്നത് യാക്ക് 130 ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു, അത് പ്രദർശനം നടത്തുന്നു. ശത്രു സേനയെ അല്ലെങ്കിൽ ശത്രു വിഭാഗത്തെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തകർക്കാൻ സാധിക്കുന്ന വിധമാണ് ഈ നിർമ്മിതി റഷ്യ പൂർത്തീകരിച്ചത്. ഇറാനും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഇതിനു മുൻപ് Su-35 അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനം റഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളും നടത്തിയിരുന്നു. അത്തരം വിമാനങ്ങളൊന്നും റഷ്യ ഇറാന് നൽകരുത്, ഇറാൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള രാജ്യമാണ്, അവർ ഏത് രീതിയിലും ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കി വെക്കും, അതുകൊണ്ട് അവരുടെ കയ്യിൽ ആധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കിട്ടുന്നത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ അമേരിക്കയുടെ പ്രതിനിധി ഇറാനെ ഉദ്ദേശിച്ചുകൊണ്ട് റഷ്യയോട് പറഞ്ഞിരുന്നു. റഷ്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമല്ല അന്ന് എന്നതിനാൽ അതിന് വലിയ രീതിയിലുള്ള മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്കും അതിന് അവകാശമുണ്ട് നമ്മളെപ്പോലെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ അത്യാധുനിക ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടാകുന്നതാണ്. ഇത് ആകാശ ഡ്രോണുകളെ കൃത്യമായി ലക്ഷ്യം കൊണ്ട് തകർക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മിതികൾ പൂർത്തീകരിച്ചത്. വ്യാപാരിക സൈനിക വിഷയം മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് പല ഘട്ടങ്ങളിലും അമേരിക്ക ചെയ്യുന്നതാണ്. ആക്രമിക്കുക എന്നുള്ള സമയം നേരിട്ട് ആക്രമണമായിരിക്കില്ല, അവിടെ സാമ്പത്തിക ഉപരോധമായിട്ട് ബന്ധപ്പെട്ടോ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ സൈനികർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ നുഴഞ്ഞുകയറ്റക്കാരെ വെച്ചിട്ടോ പല രൂപത്തിലും പല കോലത്തിലുമാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലെ സർക്കാരിനെതിരെ അമേരിക്കക്ക് നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് സായത്തമാക്കാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളോളം വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഉണ്ടായിരിക്കുന്ന അനുഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. സീനിയർ ജോർജ് ബുഷിൽ നിന്നാണ് ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനും അമേരിക്കയും തമ്മിൽ അകലുന്നത്. പിന്നീട് അത് ലക്ഷ്യം കണ്ടത് ജൂനിയർ ജോർജ് ബുഷിന്റെ കാലത്താണ്, 10-15 വർഷത്തിന് ശേഷം. അതാണ് അവരുടെ രീതികൾ. ഇപ്പോഴത്തെ പറയുന്ന സാഹചര്യം, പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇറാനുമായി ഇസ്രായേലും പാലസ്തീനും തമ്മിലായിട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകളും അതിന്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പൂർണ്ണത വരുത്താൻ സാധ്യമല്ല. മാത്രവുമല്ല ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഫലസ്തീനേക്കാൾ ഏറെ ഇറാനെയാണ്. അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി എടുക്കുകയോ അതല്ലെങ്കിൽ ഇസ്രായേൽ മാത്രം ആക്രമിച്ചുകൊണ്ട് ആ ആക്രമണത്തിന് അമേരിക്ക പിന്തുണ നൽകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമല്ല ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതും തങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ
ഇറാന്റെ പ്രതിനിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. മസൂദ് പെസസ്കിയാന്റെ സഭയിൽ വെച്ചുകൊണ്ട് പാർലമെന്റ് അംഗം അങ്ങനെ സംസാരിച്ചു എന്നാണ് ചില മീഡിയകളൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചാൽ തങ്ങൾ പ്രതിരോധം മാത്രമല്ല ഉണ്ടാക്കുക, ആ രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തെ തകർക്കാൻ മാത്രം ശക്തവും ബലവും തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും അത് തീർച്ചയായിട്ടും തങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന തരത്തിലായിരുന്നു അതിന് മറുപടി പറഞ്ഞത്. അതൊരു ഭീഷണി സ്വരത്തിന്റെ രീതിയാണ് എന്നതിനാൽ അത്തരം ഭീഷണി സ്വരങ്ങളൊന്നും തങ്ങളോട് വേണ്ട എന്നുള്ളതും തങ്ങൾക്ക് ഇറാൻ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഇറാന്റെ ലക്ഷ്യങ്ങൾ, ഇറാന്റെ മേഖലകൾ കണ്ടെത്താൻ സാധിക്കാത്ത സംവിധാനങ്ങളൊന്നും ഇസ്രായേലിനില്ല. ഇസ്രായേലിന്റെ കണ്ടെത്താത്ത ഒരു പ്രദേശവും യഥാർത്ഥത്തിൽ ഈ അറബ് മിഡിൽ ഈസ്റ്റ് മേഖലയിലോ ഇറാനിലോ ഇല്ല എന്ന് പാർലമെന്റിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തുടർച്ച ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു വർഷം 4 മാസം നിരന്തരം അതിശക്തമായിരിക്കുന്ന യുദ്ധം ഗസയ്ക്ക് മേലെ നടത്തിയിട്ടും വിജയമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ നാണംകെട്ട രീതിയിൽ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറാന്റെ കൈവിട്ടിരിക്കുന്ന സഹായമാണ്. ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു സമ്മിശ്ര മേഖലയായി യഥാർത്ഥത്തിൽ ഇറാൻ മാറിയിരിക്കുന്നു. അങ്ങനെ ഇറാൻ മാറിയത് കൊണ്ടാണ് ഇവർക്ക് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നവർക്ക് മുഴുവനും വലിയ രീതിയിൽ ആയുധം നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത്. എന്നാൽ ഇത് എങ്ങനെയാണ് ഈ ഹമാസിന്റെ കൈവശത്തിൽ എത്തുന്നത് എന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള പഠനം നടത്തിയിട്ടും ഇപ്പോഴും ആ കാര്യം കൃത്യമായി പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു നാണക്കേടായിട്ട് നിലനിൽക്കുകയാണ്. ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും അടക്കുകയും ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെ ഇസ്രായേലിന്റെ സൈനികരെ കാവൽ നിർത്തുകയും ചെയ്തിട്ടും എങ്ങനെയാണ് ഗസയുടെ അകത്തേക്ക് ആയുധങ്ങൾ പ്രവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ബങ്കറുകളെ കുറിച്ചുള്ള വലിയ നിരീക്ഷണങ്ങളും വലിയ പഠനങ്ങളും ഒക്കെ ഇസ്രായേൽ നടത്തുകയും ഗസയുടെ പരമാവധി 1000-ലധികം ബങ്കറുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് പോലും ഇസ്രായേലിനെതിരെ ഗസയുടെ ഭാഗത്തുണ്ടായിരുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു നാണക്കേടും പരാജയം ഇപ്പോഴും യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന് നേരെ തോക്ക് ചൂണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും സംസാരിക്കുന്നത്. ഇത് ദുരന്തമാണ്. തങ്ങൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കും. അപ്പോൾ റഷ്യയുമായിട്ടുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള സഹകരണമാണ് റഷ്യയും ഇറാനും തമ്മിലുള്ളത്. റഷ്യയുടെ അകത്ത് തന്നെ ഇറാന് ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അവർ നിർമ്മിക്കുന്ന അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ തങ്ങൾ കൈവശപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് അതിനെ പുതിയ രീതിയിലുള്ള സംവിധാനത്തിലൂടെ പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ചെയ്തതാണ്. 500-600 കിലോമീറ്റർ വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഈ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് അത് 1500-2000 കിലോമീറ്ററിലേക്ക് ശത്രുവിനെ ലക്ഷ്യം കണ്ടുകൊണ്ട് പറത്താൻ പാകത്തിലുള്ള സംവിധാനം ഒരുക്കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത്. അതും ആധുനികമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി ഈ നിർമ്മിക്കുന്ന ഈ ഇത്തരം മിസൈലുകൾ തീർച്ചയായിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊള്ളുന്നത് തന്നെയാണ്. 181ഓളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ തങ്ങൾ പറത്തിയിട്ട് അത് 90% ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നിർമ്മിതികൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ യാക്ക് 130 തങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ തങ്ങളുടെ ആകാശ ഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ശത്രുപക്ഷത്തിൽ നിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തങ്ങൾ പ്രതിരോധിക്കുകയും അവരുടെ ആത്മാഭിമാനത്തെ പോലും തകർക്കാൻ പാകത്തിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഭീഷണി സ്വരത്തിൽ എന്ന പോലെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ യാക്ക് 130 വാങ്ങിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തോടനുബന്ധിച്ചാണ് ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും തങ്ങളുടെ ശത്രുക്കൾ ഏകോപനത്തോടു കൂടിയാണ് എല്ലാ കാലത്തും നീങ്ങിയത്. അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് ഏതുവിധ കൂട്ടുകെട്ട് കൂടുന്നത് കൊണ്ടും തങ്ങൾക്ക് പ്രയാസമില്ല. അത് റഷ്യയെയും ചൈനയെയും കൊറിയയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അവർ തീർച്ചയായിട്ടും തങ്ങളെ കൈവിട്ട് സഹായിക്കുന്നവരാണ്. ആ സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ വിശദീകരണം ഇറാന്റെ പാർലമെന്റ് അംഗം അവസാനിപ്പിക്കുന്നത്.